രാധേ, ഞാൻ അഭിഷേകത്തിന് കയറുക. അവലും മലരും പഴമൊക്കെ ഒരുക്കി വെക്കുക. ആ കുട്ടികൾ ഇപ്പൊ ഇങ്ങെത്തും. പിന്നൊരു ബഹള. രാമ, ആ കൊച്ചുട്ടി ഒന്ന് വിളിക്കുക. എവിടെ പോയി കിടക്കണു ഈ പെണ്ണ്? കൊച്ചുട്ടി, കൊച്ചുട്ടി. വയ്യാത്തോടത്ത് ഇത്ര നേരത്തെ എണീറ്റ് തണുത്ത വെള്ളത്തിൽ കുളിക്കണോ അമ്മയ്ക്ക്? വൈദ്യരെന്താ പറഞ്ഞത്? ശരിയല്ലേ അവള് പറഞ്ഞത്? ഉച്ചപൂജക്ക് തൊഴുതാ പോരാർന്നോ? എന്നുമില്ലല്ലോ. തേവരുടെ വിശേഷ ദിവസമായിട്ട് കുളിക്കാണ്ടിയും തൊഴാണ്ട് ഷാർത്തി ഇരിക്കാൻ ഒക്കുവോ? കൃഷ്ണ കൃഷ്ണ. രാധേ, ഇവര് ഒരു 7 ദിവസം ഭജന ഇരിക്കാൻ വന്നതാ. അപ്പൊ താമസം ഷാരത്ത് ഏർപ്പാടാക്കല്ലേ? അതിനെന്താ, ഇവരെ ഷാരത്തേക്ക് കൂട്ടിക്കൊണ്ട് പൊക്കോളൂ. സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോട്ടെ. ഞാൻ ഉടനെ അമ്മയും കൂട്ടി വരാം. എന്നാ പോവാം. തൊഴുതിട്ട് വരാം. ഓ, വരൂ. കുട്ടികളില്ല. വറതിരുമലും വേലം പ്രവൃത്തിയും ഒക്കെ നടത്തിയതാ. ഒഴിഞ്ഞു പോണില്ല. പ്രശ്നത്തിലൊന്നും കണ്ടില്ലേ? ഉവ്വ്. കോടമന നമ്പൂരി അടുത്ത് ചെന്നപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ പുറത്തു വന്നത്. തറവാട്ടില് ചെറുപ്രായത്തിലൊരു പെൺകുട്ടി മരിച്ചിട്ടുണ്ടത്രേ. അതിന്റെ ഉപദ്രവാ. ഒരാഴ്ച ഇവിടെ വന്ന് ഭജന ഇരുന്നിട്ട് ചെല്ലാനാ പറഞ്ഞിരിക്കണേ. ചോറിടട്ടെ? മതി, ധാരാളായി. അല്പം പാൽപ്പായസം കൂടി ആവാം. പ്രസാദ, നിങ്ങൾ ഇരിക്കെ, ഞാൻ പശുവിന് വെള്ളം കൊടുത്തിട്ട് വരാം. അമ്മേ, ഇവർക്ക് എന്താ വേണ്ടച്ചാ കൊടുക്കണം. ഞാൻ ഇറങ്ങാണ്. കൂട്ടിക്കൊണ്ടുപോകാൻ വരാം. നടന്ന് ക്ഷീണിച്ചതല്ലേ, കാലത്ത് പോവാം. അത് വിഷമാണ്. വീട്ടിലാരുമില്ല, ചെറിയ കുട്ടികളാ. അയൽവക്കക്കാരെ കൊണ്ടാണ് ഒരു സഹായവും ഇല്ല. മകളെവിടെ? യാത്ര പറഞ്ഞില്ല. നടന്നോളൂ, പശുവിനെ കഴുകുന്നുണ്ടാവും. അങ്ങോട്ട് നീങ്ങി നിക്ക്. അങ്ങോട്ട് നീങ്ങി നിന്നോളൂ. ചെലവിനുള്ള വക അവരുടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വാങ്ങിക്കോളൂ, മടിക്കണ്ട. ഞാൻ ഇറങ്ങട്ടെ. ഇത്ര തിടുക്കത്തിലോ? ആമാന്തം വിചാരിച്ച ഇന്നങ്ങ് എത്തില്ല. ഇടക്ക് ചെറിയ ഇളക്കം വരും. ഉപദ്രവിക്കൊന്നുമില്ല, എന്നാലും ഒരു ശ്രദ്ധ വേണം. വിഷമിക്കണ്ട, പോയി വരൂ. എനിക്കിതൊക്കെ ഇപ്പൊ ഒരു ശീല. രണ്ടു 3 മാസം വയറ്റിലുണ്ടായിരുന്നു. തൊട്ടിയില് വെള്ളവുമായി കക്കൂസിലേക്ക് പോയതാ. ഞാൻ അടുക്കളയിലായിരുന്നു. നിലവിളി കേട്ടോണ്ട് ഓടിച്ചെന്ന് നോക്കുമ്പോ നിലത്ത് വീണ് കിടക്കുന്നു. തൊട്ടിയിലെ വെള്ളം അവിടെ എല്ലാം ഓളം തല്ലുന്നു. മുറിവ് വല്ലതും പറ്റിയോ? മുറിവൊന്നും പറ്റിയില്ല. എന്നാലും ഇരിക്ക കുത്താലിയല്ലേ വീണത്. ഞാൻ പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇറയത്തെ കട്ടിലേക്കെടുത്തി. പിന്നീടാ വേദന തുടങ്ങിയത്. വയറ്റിലല്ല, നടുവിനാന്നാ പറഞ്ഞത്. പൊളിയണ പോലെ. ആശുപത്രി കൊണ്ടുപോയില്ലേ? ഉവ്വ്. പോണ വഴിക്ക് തന്നെ രക്തം പോക്ക് തുടങ്ങി. ആശുപത്രിയിൽ എത്തുന്ന പിന്നെ ഒന്നും ഓർമ്മയില്ലാത്രേ. ഏതായാലും ആയുസിന് കുഴപ്പമൊന്നും വന്നില്ലല്ലോ, അതന്നെ ഭാഗ്യം. അതാ ഞങ്ങളുടെയും സമാധാനം. കുളിച്ച് അമ്പലത്തിലേക്ക് പൊക്കോളൂ. എനിക്ക് ഈ പാല് സംഘത്തിൽ കൊടുക്കണം. ഞാൻ എത്തിക്കൊള്ളാം.
വെള്ളം ചേർക്കരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. ഇങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഗോപാലപ്പാപ്പയുടെ പാല് വേണ്ട. ദൈവദോഷം പറയരുത്. ഞാൻ ഒരു തുള്ളി വെള്ളം ചേർത്തിട്ടില്ല. ഞങ്ങളുടെ പശു ധാരാളം വെള്ളം കുടിക്കും. അതുകൊണ്ടായിരിക്കും കൊഴുപ്പ് കുറവ്. വെള്ളം ചേർത്ത പാല് ഇരുന്നും പോരാ, പിന്നെ താൻ പറയുന്ന നുണയും ഞാൻ കേൾക്കണം. വെള്ളമൊഴിച്ച പാല് കണ്ടുപിടിക്കാനാ ഈ യന്ത്രം. ദേ ഈ പാല് നോക്ക്, ഒരു തുള്ളി വെള്ളം കാണില്ല. എന്താ ഒരു ശബ്ദം കേട്ടത്? ആരോ നിലവിളിക്കണ മാതിരി. മോളെ ഞാൻ നോക്കി വരാം. ആ, മോളെ ശാരദേ, തല ചുറ്റി വീണതാ. എഴുന്നേക്ക് മോളെ. ഞാനൊന്ന് മുങ്ങിയിട്ട് വരാം. കുറച്ച് തീർച്ചയായും കളിച്ച് നോക്കാം. പിടിച്ചോളൂ. രാത്രി സൂക്ഷിക്കണം. സ്ത്രീകൾ തനിച്ചല്ലേ ഉള്ളൂ. ഓ, ഒന്നും ഉണ്ടാവില്ല. യാത്രാക്ഷീണം കൊണ്ടായിരിക്കും. ഒന്നുമല്ല, കണ്ടതായിരുന്നു. കാളി പറയണ പോലെ തീർത്ഥം ദേഹത്ത് വീണപ്പോഴല്ലേ ഒന്ന് അമർന്നത്. കൊച്ചുട്ടി നേരിട്ട് കണ്ടോ? ഞാൻ കണ്ടില്ല, ആശാൻ പറയണ കേട്ടു. ഇതാ നേദ്യം. ആ കുട്ടി ഷാരത്തേക്ക് പോയോ? ഉവ്വ്. ആ, എന്താ ശാരദേ, ഉറക്കം വരുന്നില്ലേ? ഞാൻ ഈ മുറി കിടന്നോട്ടെ? പിന്നെന്താ, ആ മുറി ഇഷ്ടപ്പെട്ടില്ലേ? അതുകൊണ്ടല്ല, ഞാൻ ചേച്ചിയുടെ കൂടെ കിടന്നോളാം. കിടന്നോളൂ, എനിക്കൊരു കൂട്ടായല്ലോ. ഞങ്ങൾ ഇവിടെ കിടന്നോളാം. പേടിക്കണ്ട, ഉറങ്ങിക്കോളൂ. ഞാൻ അടുത്തില്ലേ. ദേഹത്തൂടെ എന്തോ അരിച്ചു നടക്കണമെന്നതിൽ തോന്നിയിട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നത്. കൈകൊണ്ട് തപ്പി നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. മുറിയിലെ വിളക്ക് തെളിച്ച് വീണ്ടും ഞാൻ ഉറങ്ങാൻ കിടന്നു. ഉറക്കം പിടിച്ചു തുടങ്ങിയപ്പോൾ എന്തോ മൂളി പറന്നു വന്ന് എൻ്റെ വയറ്റത്തിരുന്നു. ഞാൻ എണീറ്റിരുന്നു. എൻ്റെ വയറ്റിലൂടെ രക്തം ഒഴുകുന്നു. നിലവിളിച്ചുകൊണ്ട് ഞാൻ വാതിൽക്കലേക്ക് ഓടി. സാക്ഷ്യം നീക്കി ഞാൻ വാതിൽ വലിച്ചു തുറന്നു. പക്ഷെ തുറക്കുന്നില്ല. ദയവ് ചെയ്തതും തുറന്നു തരൂ എന്ന് പറഞ്ഞ് അലറി വിളിച്ചുകൊണ്ട് ഞാൻ ആ മുറിയിലൂടെ ഓടി നടന്നു. പിന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. അന്നത്തേന് ശേഷം രാത്രി ഉറങ്ങാൻ കിടന്നാൽ നിലവിളിച്ചുകൊണ്ട് ഞാൻ ഞെട്ടി ഉണരും. ഇന്നിനി പേടിക്കാനൊന്നുമില്ലല്ലോ. കൂട്ടിന് ഞാനില്ലേ. എന്നെ തനിച്ചാക്കിയിട്ട് ചേച്ചി പോവോ? ഉറക്കം ഉണർന്ന് നോക്കുമ്പോൾ അടുത്ത ആളില്ലെങ്കിൽ എനിക്ക് പേടിയാവും. ഇല്ല, ഞാനെങ്ങും പോവില്ല. ശാരദയുടെ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? ഈ ചിങ്ങം വന്നാൽ 3 കൊല്ലം കഴിയും. സൗദിയില. അറിയിച്ചിട്ടും വന്നില്ല. ലീവ് കിട്ടില്ലാത്രേ. കൂടെ പൊയ്ക്കൂടെ? പറ്റില്ല എന്നാ പറയണത്. ഒക്കെ ശരിയാവും ശാരദേ. ഇപ്പൊ കിടന്നുറങ്ങൂ. രാവിലെ ഞാൻ എണീക്കുമ്പോൾ വിളിക്കാട്ടോ. എന്നിട്ട് നമുക്ക് കുളത്തിൽ പോയി കുളിക്കണം. ദേവരെ മനസ്സിൽ വിചാരിച്ച് കിടന്നോളൂ. പേടിയുണ്ടാവില്ല.
ആ രാവിലെ എഴുന്നേറ്റ് കുളിച്ചു അല്ലേ? ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയാ? ഉം. ആ ഈ പാലൊന്ന് പൂജിച്ചു തരൂ, സംഘത്തിൽ കൊടുക്കണം. ആ വലിയമ്പലത്തിൽ ഇരുന്നോളൂ. ഭജനയിരിക്കാൻ വന്ന പെണ്ണ് പോയോ? ആ അവരിന്നലെ പോയി. അവളുടെ കാര്യം ഓർത്താ വലിയ കഷ്ടാണ്. പാവം പെണ്ണ്. അതെ അതെ, പാവം പെണ്ണ്, പൂച്ച പാല് കുടിക്കണ പോലെ. എന്തൊക്കെയാ ഓരോരുത്തർ പറയണമെന്നറിയോ? നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ അമ്പലത്തിലായിരുന്നെന്നാ കേൾവി. രാധക്കുട്ടി ഇതൊന്നും കേട്ടില്ലേ? വിഷാരത്ത് ആരും വന്ന് ഞാൻ കണ്ടില്ല. എന്നോടൊട്ട് ആരും ഒന്നും പറഞ്ഞൂല്ല. വിഷാരത്തെ കാര്യമില്ല ഞാൻ പറഞ്ഞത്. പിന്നെ രാധക്കുട്ടിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാനൊന്നും പറയണില്ല. എന്ത് തോന്നിയസാ നിങ്ങൾ ഈ പറയണേ? അതൊരു സുഖമില്ലാത്ത കുട്ടിയാ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കം വരും. നല്ല ഇളക്കാത്. അതുകൊണ്ടായിരിക്കും കണ്ട ചെറുപ്പക്കാരിയൊക്കെ കണ്ണുകാട്ടി വിളിക്കണത്. രാധക്കുട്ടി ഒരു പാവാ, അതാ ഒന്നും മനസ്സിലാകാത്തത്. വല്ലവരും പറയണതല്ലേ മീനാക്ഷിക്ക് അറിയൂ? ഞാൻ അതിന്റെ കൂടെ 6 ദിവസം അന്തി ഉറങ്ങിയതാ. ആദ്യത്തെ തലസിൽ പോയേ പിന്നെയായി അസുഖം. ഭർത്താവ് പേർഷ്യല, കുട്ടികളും ഇല്ല. പറയണതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ആളുകൾ പറയണേലും സത്യം കാണും. മേവിടത്തെ ഗോപിക്കുട്ടന്റെ കെട്ടിയവളുടെ കഥ കേട്ടുവോ? ആ സംഘത്തിലെ ചെറുപ്പക്കാരന്റെ കൂടെ താഴെപ്പറമ്പിൽ അവളെ കണ്ടവരുണ്ട്. പാല് വാങ്ങാൻ വന്നവൾ എന്തിനാ അവിടെ പോയത്? ആവോ, എനിക്കറിയില്ല. ഓ, ഞാനൊരു കാര്യം മറന്നു. നല്ലേട്ടൻ മണിക്കുട്ടൻ വന്നിട്ടുണ്ട്. രാധക്കുട്ടി കണ്ടോ? ഇല്ല. രാധക്കുട്ടിയെ കാണണമെന്നും പറഞ്ഞ് പോന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും പിഷാരത്ത് വരും. മണിക്കുട്ടൻ തന്നതാ. രാധക്കുട്ടിക്ക് വായിക്കണോ? നല്ല രസമുണ്ട്, വായിച്ചു നോക്ക്. ഓ, എനിക്കിതൊക്കെ വായിക്കാൻ എവിടെയാ നേരം? ഇങ്ങനെ സദാസമയവും അമ്പലത്തിൽ കിടന്നോ? മൂത്ത് നരച്ചാ പിന്നെ ആരും വരില്ലെന്ന് ഓർത്തോളണം. അല്ലെങ്കിൽ ആര് വരാനാ മീനാക്ഷി? അമ്മ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോയാ പിന്നെ എന്റെ തേവർക്ക് മാല കെട്ടണതാരാ? എനിക്ക് ഈ അമ്പലവും എന്റെ തേവരും മാത്രം മതി. രാധക്കുട്ടിക്ക് നേരില്ലെങ്കിൽ വേണ്ട, ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ശ്രദ്ധിച്ചു കേട്ടോളണം. അയാളുടെ രോമാവൃതമായ മാറിൽ പതഞ്ഞുയരുന്ന സോപ്പ് കുമിളകളിലൂടെ അവളുടെ വിരലുകൾ പജതി നടന്നു. അയാൾ അവളെ തന്നിലേക്ക് അടുപ്പിച്ചു. വെള്ളിപ്പതം നുരഞ്ഞു പൊങ്ങുന്ന ആ നെഞ്ചിൽ അവൾ മുഖം പൂഴ്ത്തി. ഇതൊക്കെയാണോ വായിക്കണേ? എനിക്ക് കേക്കണ്ട. എന്തൊരു കരച്ചിലായിരുന്നു. ചെവിതല കേൾപ്പിക്കുന്നില്ല. രാധന്ന് അഴിച്ചു കിട്ടാൻ ചെന്നപ്പോ തൊഴുത്ത് കിടന്ന് 2 ചാട്ടം. 2 തവണ ചവിട്ടിച്ചതാ, ചേന പിടിക്കണില്ല. എന്റെ മൂരിയെ കൊണ്ട് ചവിട്ടിച്ചവരാരും പിന്നെ പരാതി പറഞ്ഞിട്ടില്ല. ചേന പിടിച്ചില്ലേ, ദേ കാശ്. പക്ഷെ രൊക്കം പണം വേണം. കടം പറയണ പരിപാടി ഇവിടെ ഇല്ല. അതിനിപ്പോ ആരാ കടം പറഞ്ഞത്? റൊക്കം കാശ് കൊടുത്താ കഴിഞ്ഞ തവണ കുട്ടൻ ചാകോന്റെ മൂരിയെ കൊണ്ട് ചവിട്ടിപ്പിച്ചത്. എനിക്കപ്പോഴേ സംശയമായിരുന്നു. അതുപോലൊരു കിടാവ്.
ഒരു ചായ. കടിക്കാൻ വല്ലവും? ഓ വേണ്ട. ഇനിയിപ്പോ അച്ചായന്റെ കാളമൊരുക്കി പണിയില്ലാണ്ടാവും. സൊസൈറ്റിക്കാര് പശുവിനെ കുത്തിവെക്കാൻ ആളെ കൊണ്ടുവരുന്നുണ്ട്. കുത്തിവെച്ച ചെന ഉണ്ടാവുമെങ്കിൽ അങ്ങനെ ആട്ടെ, കാണാലോ. തമാശയല്ല, പറയണ കേട്ടതാ. കുത്തിവെക്കണ പശുവിന് പാല് കൂടുതലാത്രേ. എവിടെല്ലാം അന്വേഷിച്ചു. ഈ മിണ്ടാപ്രാണിയൊക്കെ എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അതിന്റെ ശാപം എനിക്കാ. വന്നോന്നറിഞ്ഞു. എവിടെ ആയിരുന്നു ഇത്ര ദിവസം? ആര് പറഞ്ഞു? മീനാക്ഷി ആയിരിക്കും. ഇവിടെ എല്ലാം എല്ലാവരും അറിയും. പേർഷ്യയിലൊക്കെ പോണെന്ന് കേട്ടു. നേരാണോ? ലീവ് കഴിഞ്ഞ് തന്നാലേ അറിയാൻ പറ്റൂ. മിക്കവാറും ശരിയാവും. എത്ര ദിവസത്തേക്കാ അവധി? അവധിയൊക്കെ കഴിഞ്ഞു. തിരുവാതിര കൂടിയിട്ട് പോയാൽ മതി എന്ന് വീട്ടുകാർക്ക് നിർബന്ധം. നാട്ടിലെ തിരുവാതിര കൂടിയിട്ടും കുറെ ആയല്ലോ. അതുകൊണ്ട് ഞാൻ അവധി കിട്ടാൻ കമ്പി കൊടുത്തു. ദേഷ്യം കെട്ടി പെണ്ണുങ്ങളെ പേടിപ്പിക്കാനും പഷ്ടത്തങ്ങൾ കാണിക്കാനും ആവും. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞില്ലേ. അതൊക്കെ പിള്ളേർക്ക് വിട്ടുകൊടുത്തു. ഓ, സമയം പോയി. പശുവിനെ കറന്നില്ല. അവർക്ക് കാപ്പി കൊടുക്കണം. ഇപ്പോഴും ഉണ്ടോ ഭജനക്കാര്? ഇടയ്ക്ക് ഓരോരുത്തർ വരും. ഞങ്ങൾക്കും അസൗകര്യമൊന്നുമില്ലല്ലോ. ശാരസാരില്ലേ? അകത്തുണ്ട്. അമ്മ കിടക്കാവും. വരൂ, കാപ്പി കുടിച്ചിട്ട് പോ. വേണ്ട, പിന്നെ വരാം. കുറച്ചിലായിരിക്കും. ഇവിടുന്ന് പോയാൽ പിന്നെ ആളുകളുടെ സമ്പ്രദായമൊക്കെ മാറും. ഓരോന്ന് പറഞ്ഞ് വിഷമിപ്പിക്കരുത്. ഇവിടുന്നുണ്ട് നേതിച്ചോറിന്റെയും പായസത്തിന്റെയും രുചി ഇനിയും പോയിട്ടില്ല. ദുബായിൽ നിന്ന് വരുമ്പോ ഞാൻ വന്ന് കാണുന്നുണ്ട്. എന്താ വേണ്ടത് വെച്ചാ പറഞ്ഞോളൂ. എനിക്കെന്താ വേണ്ടത്? വാഴനാര് കിട്ടുമോ അവിടെ? മാല കോർക്കാൻ കിട്ടുമെങ്കിൽ കുറച്ച് കൊണ്ടുവരൂ. ഇന്നെന്താ ഷാർക്കൊരു വല്ലായ? എങ്ങും പോണ്ടാന്നും പറഞ്ഞ് പിടിച്ചിരുത്തിയിരിക്കുക. ഇന്നലെ പൂ പറിക്കാനെന്നും പറഞ്ഞ് പോയിട്ട് നല്ലേട്ടുകാരുടെ കല്ലുവെട്ടാൻകുടി വീണു. നല്ലേട്ട ലക്ഷ്മിക്കുട്ടിയും മറ്റത്തിലെ മാധവമ്മയും കൂടിയാ ഷാരത്ത് കൊണ്ടുവന്ന് എത്തിച്ചത്. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. പറയണവർക്ക് എന്താ ചെയ്തം? എവിടെയെങ്കിലും വീണ് കയ്യോ കാലോ ഒടിഞ്ഞാൽ ബുദ്ധിമുട്ടായില്ലേ? ആരുടെ കാര്യ നിങ്ങൾ പറയണത്? ഞാനും കൂടെ ഒന്ന് കേക്കട്ടെ. ബുദ്ധിസ്ഥിരത കുറവാണെങ്കിലും കേൾവിക്ക് കുഴപ്പമൊന്നുമില്ല. മഴ പെയ്യാൻ സാധ്യത ഉണ്ട് എന്ന് പറയായിരുന്നു.
ഈശ്വരോ രക്ഷണം. തിരുമേനി ഉറങ്ങിയോ? ഇല്ല. ഇന്ന് എവിടെയായിരുന്നു? ആറ്റുപുറത്തില്ലത്ത് ഉണ്ണിയുടെ തിരുനാളായിരുന്നു. സേവയുണ്ടായി, ലഭ്യമൊക്കെ കമ്മിയാ. ഇനി നാളെ ഉണ്ട് ഒരു യാത്ര. അപ്പൊ ഇവിടെ ആരാ? അതൊക്കെ നടന്നോളും. എന്താ ഈ പറയണേ? ഒക്കെ നടന്നോളുന്നേ. അമ്മേ. സിംഹാരൂഢാന്തരം കരുതലവിലസങ്കരകലാശ്രമ്യം ഭക്താവിഷ്ടപ്രദാത്രേന്ദ്രിപുരഹരീന്ദ്രലോകേവന്ദ്യം സർവാലങ്കാരയുക്തം ശശിപകടാം ചാമളാം മുഖാം ദേവി പ്രപദ്യേ ശരണമവശേഷാപത്തുന്മൂലനായ അമേ മഹാമയേ ക്ഷ. ഔ. ഔ. 1 2 ഇല്ല ഒന്നുകൂടി ഇടാം. 1 2 3 1 2 3 1 2 3 4 5 1 2 3 4 5. ഹേയ്, കള്ളക്കളിക്ക് ഞാനില്ല കേട്ടോ. എന്റെ കുരു ദേ ഇവിടെയായിരുന്നു ഇരുന്നത്. അതവിടെ തന്നെ ഇരുന്നോട്ടെ, വേറെ ഇടാം. നോണയൻ ഞാൻ കൂട്ടില്ല. ആ രാധേ, രാധേ, ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? എന്താമ്മേ? നീ കാണുന്നില്ലേ ഇതൊക്കെ? എന്തൊരു ശോഭ! ഇത്രയും സുന്ദരിമാരെ ഇതുവരെ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. നീരാട്ടിനുള്ള പുറപ്പാടായിരിക്കും. വിളക്കും പിടിച്ച് നിന്റെ അച്ഛനാ മുമ്പിലെ ആ നടത്തം കണ്ടില്ലേ? ആരണംകുട്ടിയെ കാണുന്നില്ലല്ലോ. എന്റെ കുട്ടി എവിടെ പോയി? അവരൊരുമിച്ചാണല്ലോ ഇറങ്ങിയത്. ആ, ഇങ്ങെത്തിലോ. എന്തൊക്കെ സ്വപ്നങ്ങളോ അമ്മ കാണണേ. നീ കണ്ടില്ലേ? ദാ വരുന്നു നാരായണൻകുട്ടി. ഇത് ഏട്ടനല്ലമ്മേ, ആശാനാ. ഏതാശാൻ? ഇത് ഞാനാ എന്റെ ശാരദയാരെ. നേതിച്ചെറുപ്പുണ്ടോ രാധേ? വല്ലാണ്ട് വിശക്കണം. ആ, രാഘവ മാഷ് വന്നോ? ഞാൻ കാത്തിരിക്കായിരുന്നു. ഒരു പരാതി എഴുതി തരണം. ഇപ്പൊ അല്പ തിരക്കുണ്ട്. വൈകിട്ട് സ്കൂളിലേക്ക് വരും. 2 ചായ തരും. കടിക്കാനൊന്നുമില്ലേ? മത്തായി സാറിന് കാര്യമായിട്ട് വല്ലതും കൊടുക്കണം. താഴെ വരെ നടക്കാനുള്ളതാ. ഓ, എനിക്കൊന്നും വേണ്ട. നാട്ടിൽ മഴയൊക്കെ ഉണ്ട് മാഷേ. സാറ് DD-യെ കാണുമോ? ഓ ഇല്ല, ഞാനൊരു 6 മാസത്തെ കൂടി ലീവ് നീട്ടാൻ പോവുക. ഇനിയിപ്പോ ഓണാവധി കഴിയാതെ പുതിയ മാറ്റമൊന്നും ഉണ്ടാവും തോന്നുന്നില്ല. അപ്പോഴും ഓർഡറൊന്നും ആയിട്ടില്ലെങ്കിൽ പിന്നെയും നീട്ടും, അത്ര തന്നെ. ഉള്ള കൃഷി നോക്കി നടത്തിയാവും സാറിന് ഇതിൽ ലാഭം. ഞങ്ങളുടെയൊക്കെ കാര്യങ്ങളാ കഷ്ടം. 1 മാസത്തെ ശമ്പളം കിട്ടിയില്ലേ കാര്യം മാറും. അതുകൊണ്ടാണല്ലോ ഈ ഓണം കയറാൻ മൂലയെ വന്ന് കിടക്കണേ. ലീവ് വേക്കൻസിയിൽ ആരോ വരുന്നെന്ന് കേട്ടല്ലോ. കുറെ നാളായിട്ട് ഞാൻ എഴുതുക. ഒരാളെ കൊണ്ട് 4 ക്ലാസ് എങ്ങനെ നടത്താനാ? ഇൻസ്പെക്ഷൻ വന്നു പോയോ? ഓ, ഇപ്പോഴൊന്നും ഇങ്ങോട്ട് വരാറില്ല. രജിസ്റ്ററും കൊണ്ട് ചെല്ലാൻ പറയും. കുഞ്ഞുറങ്ങിയോ? നല്ല ക്ഷീണം കാണും.
എന്തൊരു വെയിലായിരുന്നു. ഇത്രയും നടപ്പുണ്ടെന്ന് വിചാരിച്ചില്ല. ഇവിടെ വന്നപ്പോ അല്പ സുഖമുണ്ട്. ഇരിക്കെ, ഞാൻ അല്പ കാപ്പി ഇടാം. ഞാനാകാം. എന്തായാലും ഇന്ന് വേണ്ട, ഇനി സമയം കിടക്കല്ലേ. സാർ ഇവിടെ വന്നിട്ട് എത്ര നാളായി? 5 കൊല്ലം കഴിഞ്ഞു. കുടുംബമായിട്ടാണോ? അല്ല, അവർക്ക് നാട്ടിലാ ജോലി, ഞാനിവിടെ അങ്ങ് കൂടും. അപ്പോ ആഹാരമൊക്കെ? രാത്രി കഞ്ഞി വയ്ക്കും, ബാക്കി വരുന്നത് രാവിലെ കുടിക്കും. ഉച്ചയ്ക്ക് പിള്ളേർക്കുണ്ടാക്കുന്ന ഉപ്പുമാവ് കാണും. സാധാരണ ആണുങ്ങളെ ഇങ്ങോട്ട് അയക്കാറ്. ഇത്തവണ എന്താണ് ആ ഒരു മാറ്റം? ആരും നിൽക്കാറില്ല. ജോയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ മാറ്റത്തിനുള്ള ഉത്തരവിന്റെ പകർപ്പേ ഇവിടെ എത്താറുള്ളൂ. സ്വാധീനം ഉപയോഗിച്ച് മാറ്റം വാങ്ങും. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താമസിക്കാൻ സൗകര്യമില്ല. പോയി വരാനാണെങ്കിൽ വാഹനങ്ങളില്ല. മഴ തുടങ്ങിയാൽ പിന്നത്തെ കാര്യം പറയാതിരിക്കുക ഭേദം. താമസത്തിന്റെ കാര്യത്തില് സാറ് വല്ലതും ആലോചിച്ചോ? നിങ്ങളുടെ എഴുത്ത് വന്നപ്പോ മുതൽ അതാ എൻ്റെ ആലോചന. ഞാൻ നോക്കിയിട്ട് ഒരു മാർഗമേ ഉള്ളൂ. ഇവിടെ അടുത്തൊരു ക്ഷാരമുണ്ട്. അവിടെ ഒരു അമ്മയും മകളും തനിച്ചാ താമസം. അത് നോക്കണമല്ലോ. ആണുങ്ങളുള്ള വീടായാൽ അതും പ്രയാസമാവും. അവര് സമ്മതിക്കോ? ചോദിച്ചു നോക്കാം. ഭജനം ഇരിക്കാൻ വരുന്നവരെ താമസിപ്പിക്കാറുണ്ട്. ഭജന ഇരിക്കാനൊക്കെ ഇവിടെ ആള് വരുമോ? അത്ര വലിയ അമ്പലമൊന്നുമല്ല, പക്ഷെ വലിയ പേരാ. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം ഞാൻ പറയാം. മനസ്സ് വെച്ച് നമ്മൾ എന്തെങ്കിലും അപേക്ഷിച്ചാൽ അത് നടന്നിരിക്കും. അച്ചട്ട. ടീച്ചർ എന്തേ തീരുമാനിച്ചേ? ജോയിൻ ചെയ്യല്ലേ? ട്രെയിനിങ് കഴിഞ്ഞിട്ട് കൊല്ലം 5 ഇത് ആദ്യത്തേത്. വേണ്ടെന്ന് വെച്ചാ പിന്നെ എങ്ങനെയാ? എന്നാ വാ, നമുക്ക് അവരോട് താമസക്കാര്യം ചോദിക്കാം. സ്കൂളിലെ പുതിയ ടീച്ചർ ഇപ്പോ ഷാരത്താ താമസം എന്ന് കേട്ടു. ആ, എന്താ ജാതി? നായന്മാരാ. ഇറച്ചി മീനൊന്നും ചാരത്ത് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ തൊഴാൻ വരുന്ന ആ മാഷില്ലേ, അങ്ങോരാ കൂട്ടിക്കൊണ്ട് വന്നേ. വിഷമിച്ച് പറയുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയണേ. അല്ലെങ്കിൽ തന്നെ ഇവിടെ താമസിക്കാൻ പറ്റിയ വേറെ സ്ഥലം ഏതാ? പെണ്ണുങ്ങളാവുമ്പോ പിന്നെ പറയാനുമില്ല. എന്നാലും ഇപ്പോഴത്തെ പെണ്ണുങ്ങളുടെ ഓരോ സമ്പ്രദായേ. കല്യാണം കഴിഞ്ഞതാണോ? ആ അതെ, ഒന്ന് പെറുകയും ചെയ്തു. അതുവാ? എന്താ കുട്ടി? ആൺകുട്ടിയാ. അപ്പോ സംബന്ധക്കാരനുണ്ടാവോ കൂടെ? ഏയ്, അങ്ങോട്ട് വരാൻ പറ്റില്ല. തപാലി മാഷാ. ഉച്ചവരെ ഉള്ളൂ. ശമ്പളം കുറവാ. വീട്ടിലെ ബുദ്ധിമുട്ടുകൊണ്ടാ ജോലിക്ക് വന്നതെന്നാ പറഞ്ഞത്. ആദ്യത്തെ നിയമനല്ലേ, പറയുന്നിടത്ത് പോകാണ്ടിരിക്കാൻ പറ്റൂ? തപാലുകാർക്കൊക്കെ ഇപ്പൊ നല്ല ശമ്പളല്ലേ? മാസ്റ്ററൊന്നും ആവില്ല, വെറുതെ വമ്പത്തം പറഞ്ഞതാവും. എന്തായാലും രാധയ്ക്കൊരു കൂട്ടായി. പശുവിനെ കറക്കലും കുട്ടിയെ നോട്ടമൊക്കെ കഴിഞ്ഞ് വരുമ്പോ തേവരക്ക് മാല കെട്ടാൻ സമയം ഉണ്ടാവോ ആവോ? ശാരത്താണെങ്കിൽ സ്ഥലം ധാരാളം. പിന്നെ അവർക്കൊരു സഹായാവെന്ന് കരുതിട്ടാ. ഭജനക്കാരാവുമ്പോ 7-8 ദിവസം കഴിയുമ്പോ പോവില്ലേ? ഇതിപ്പോ അതാ ഒരു ബുദ്ധിമുട്ട്. സാധനങ്ങളൊക്കെ മുകളിലത്തെ മുറിലേക്ക് എടുത്ത് വെക്കാം. സൗകര്യങ്ങളൊക്കെ കുറവാ. ഞാനൊരു കാൽപ്പെട്ടി ഒഴിച്ചു തരാം തുണികൾ വെക്കാൻ. ഓ, ഇതൊക്കെ തന്നെ ധാരാളാ. കൊള്ളാവുന്നൊരിടത്താണല്ലോ ആക്കി പോണെന്ന് തന്നെയാ വലിയൊരു സമാധാനം. പാമോനെ, മോൻ വരുന്നോ ചേച്ചിയുടെ അടുത്ത്? ആരാ വന്നിരിക്കണത് നീ കണ്ടില്ലേ രാധേ? ആരണംകുട്ടിയും ഭാര്യയാ. എവിടാ കുട്ടി? ഞാൻ അതിനെ കണ്ടിട്ടില്ല. എന്താ ഇങ്ങനെ ആരെ അറിയിക്കാണ്ട് ഒരു വരവ്? അത് ഏട്ടനല്ലമ്മേ, ഇവിടെ താമസിക്കാൻ വന്നോരാ. കുട്ടി അവരുടെയാ.
എന്റെ പേര് ചന്ദ്രൻപിള്ള എന്നാ. നന്ദിനിക്ക് ഇവിടെ ടീച്ചറായി ജോലി കിട്ടി. നാരായണൻകുട്ടിയെ അറിയോ? അവന് ഗവൺമെന്റിലാ ജോലി. കേസരി യോഗ. അതാ അടിക്കടി ഈ കയറ്റം. അവനെ കാണുവോ? കാണാം. ഇടയ്ക്കിടയ്ക്ക് എഴുതാൻ പറയണം. അവന്റെ കാശൊന്നും ഇവിടെ ആർക്കും വേണ്ട. പറയോ? പറയാം. മതി. ഞാൻ ഉറങ്ങിപ്പോയി. നിങ്ങളെപ്പോഴാ അമ്പലത്തിൽ നിന്ന് വന്നേ? കൊറേ നേരായി, ഉണർത്തണ്ടെന്ന് കരുതി. കണ്ണം വല്ലതും കഴിച്ചിട്ടാണോ കിടന്നേ? അതെ. നന്ദിനിയും കൂടി ഇരുന്നോളൂ. വേണ്ട, നമുക്ക് ഒരുമിച്ചിരിക്കാം. ഞാൻ വിളമ്പി കൊടുക്കാം. അയ്യോ, അത് വേണ്ട. അമ്മ കണ്ട ഒക്കെ അശുദ്ധാക്കിന്ന് പറയും. ഇവിടെ അരി വെക്കണ പതിവില്ല. അമ്പലത്തിൽ നിന്ന് കിട്ടണ നേതിച്ചോറ് തന്നെ ധാരാളാ. കറവയുള്ളോണ്ട് തൈരും ഉണ്ടാവും. ഒക്കെ മോശാവും. ഇതൊന്നും നിങ്ങൾക്ക് ശീലം ഉണ്ടാവില്ല. ഞങ്ങൾക്ക് അങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ ഒരു ഭാഗ്യം. എന്റെ പ്രാർത്ഥന ഫലിച്ചു. നിത്യം കുളിച്ചുവിടാൻ ഒരു അമ്പലം ഉണ്ടല്ലോ. എനിക്ക് ഇതിലേക്ക് എന്നെ വിളമ്പിയാൽ മതി. കഥ കടിച്ചേക്കട്ടെ. ആ കുട്ടിയുടേത് നല്ല സ്വഭാവമാണെന്ന് തോന്നുന്നു. നിന്റെ ഭാഗ്യം. പാവം, ഇതുവരെ ആരും വന്നില്ല. ഞാനത് ചോദിക്കണമെന്ന് വിചാരിക്കുകയായിരുന്നു. എന്തേ പറ്റിയത്? അറിയില്ല, ഞാനൊന്നും ചോദിച്ചുമില്ല. അച്ഛൻ മരിച്ചു കുറച്ച് കഴിയണേനു മുമ്പ് ഏട്ടനും മരിച്ചു. അപകടമായിരുന്നു ഇത്രേ. അതിനുശേഷം അമ്മയ്ക്ക് ബുദ്ധിഭ്രമം തുടങ്ങിയത്. ഞാൻ വന്നതുകൊണ്ട് മിണ്ടാനും പറയാനും ഒരാളായല്ലോ എന്ന രാധയുടെ സമാധാനം. സ്കൂളിൽ പോകുമ്പോ കണ്ണനെ എന്ത് ചെയ്യുന്ന ഓർത്തായിരുന്നു എനിക്ക് വേവലാതി. എന്തായാലും കണ്ണനെ അവര് നോക്കിക്കോളൂ. അവന് പരിചയക്കുറവുണ്ട്. ഓ, അതൊക്കെ മാറിക്കോളും. നീ ഇവിടെ കിടക്ക്. വേണ്ട വേണ്ട, ഞാൻ താഴെ കിടന്നോളാം. ആ ജനലിന്റെ പാളി ഒന്ന് തുറന്നിടാല്ലേ? അല്പം കാറ്റ് കയറട്ടെ. എന്തൊരു ഉഷ്ണം. വാ മോനെ. നടന്നോ.
ഞാൻ തൊഴുതിട്ട് വരാം. ഇടയ്ക്കിടയ്ക്ക് വരാൻ പറ്റില്ല. യാത്രയുടെ ബുദ്ധിമുട്ട് മാത്രമല്ല, പകരത്തിനൊരാളെ കിട്ടാനില്ല. പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ. നന്ദിനിക്ക് പരിചയക്കുറവ് കാണും. എല്ലാത്തിലും ഒരു ശ്രദ്ധ വേണം. ഇവിടുത്തെ കാര്യങ്ങളോർത്ത് വിഷമിക്കണ്ട, സമാധാനമായിട്ട് പൊയ്ക്കോളൂ. ഞാൻ ഈ വഴി അങ്ങ് പോകും. ഉണ്ണാൻ വരില്ലേ? ഇല്ല, 2 ദിവസത്തേക്ക് ഒരു പകരക്കാരനെ ഏൽപ്പിച്ചാ പോകുന്നത്. അയാൾ ഇനി എന്തൊക്കെ കുഴപ്പമാണോ ഉണ്ടാക്കി വെക്കാന്നറിയില്ല. മുല കുടിച്ചോണ്ട് കിടന്നാലേ ഉറങ്ങൂ. ഒന്നും കിട്ടാനില്ല, എന്നാലും ചപ്പിക്കൊണ്ട് കിടക്കണം. സ്കൂളിൽ പോകുമ്പോഴാ പ്രശ്നം. കണ്ണം മാറിക്കോ ആവോ. കൊണ്ടുപോയാലും ബുദ്ധിമുട്ടാ. വീട്ടിൽ നിന്ന് ആരെങ്കിലും വരാന്ന് പറഞ്ഞതാ. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അവിടുത്തെ കാര്യമൊക്കെ കുഴപ്പത്തിലാവും. 2 ചെറിയ കുട്ടികള്. കണ്ണന്റെ കാര്യോർത്ത് നന്ദിനി വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. ചിലപ്പോ കുറച്ച് കരയുമായിരിക്കും. അത് പരിചയക്കുറവുകൊണ്ടാണെന്ന് കരുതിയാൽ മതി. രാധയെ ബുദ്ധിമുട്ടിക്കണല്ലോ എന്ന് ഓർക്കുമ്പോഴാ. എല്ലാത്തിനും ഒരാളല്ലേ ഉള്ളൂ. ഏയ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. സ്വന്തം വീടാണെന്ന് കരുതിയാ മതി. പിന്നെ അമ്മ വല്ലതുമൊക്കെ പറയും, അത് കേട്ടില്ല എന്നടിക്കുക. ചന്ദ്രേട്ടന് കിട്ടുന്ന ശമ്പളമൊക്കെ മോശ. 100-500 രൂപ കിട്ടും. അതുകൊണ്ട് എന്താകാൻ? അച്ഛന്റെ മരുന്നിന് എന്നെ തികയില്ല. വലിവ കൃഷിയും ഗുണമില്ല. പിള്ളേരുടെ കാര്യ കഷ്ടം. അവർക്കും ആവശ്യങ്ങളില്ലേ? വീട്ടിൽ നിന്ന പ്രാന്ത് പിടിക്കും. അതുകൊണ്ട് പകരത്തിനാണേലും വേണ്ടില്ല എന്ന് വെച്ച് പോകുന്നത്. നന്ദിനി, നന്ദിനി, ദാ നേരം വെളുത്തു, എണീക്ക്. മൊന്തേ കാപ്പി ഇരിപ്പുണ്ട്. കുട്ടിക്കുള്ള പാല് വേറെ കാച്ചണം. സംഘത്തിൽ പാല് കൊടുത്തിട്ട് ഞാൻ അമ്പലത്തിലേക്ക് പോകും. വേഗം വരാം. നേരെ ഇത്രയ്ക്കായോ? ഞാൻ ഉറങ്ങിപ്പോയി. ആൺകുട്ടികളിൽ കരിയേ മോം എടുക്കണല്ലേ? അമ്മമ്മ എടുക്ക. അമ്മ പാല് തരാം. ആൺകുട്ടികൾക്ക് ദുശ്ശാഠ്യം കൂടും. നേദ്യം കഴിഞ്ഞിട്ടില്ല, കുറച്ച് നിൽക്കൂ, കഴിച്ചിട്ട് പോവാം. കണ്ണും വല്ലതും കഴിച്ചോ? കൊഴുക്കട്ടി ഉണ്ടാക്കി കൊടുത്തു. 1-2 ഞാനും കഴിച്ചു. അത് മതി. നേദ്യച്ചോറുണ്ടിട്ട് പോയാ പോരെ? താമസിക്കും. നേരെ ഒരുപാടായി. ഉച്ചയ്ക്ക് വരുമോ? ഇല്ല, ഞാൻ അവിടെ കുട്ടികൾക്കുണ്ടാക്കുന്ന ഉപ്പുമാവ് കഴിച്ചോളാം. കണ്ണം കാണാതെ എങ്ങനെയാ പോവെന്ന എന്റെ ആലോചന. ഞാനൊന്ന് നോക്കട്ടെ. നിങ്ങൾക്കുള്ളതുപോലെ നാട്ടിൽ ഞങ്ങൾക്കുണ്ടൊരു മുത്തശ്ശി, കഥ പറയാറുണ്ടന്തിക്കോരോ കവിതകൾ മാനത്തുലയുമ്പോൾ. നിങ്ങളുടെ വീട്ടിലൊക്കെയുള്ളൊരു മുത്തശ്ശിയെ പോലെ ഉള്ളൊരു മുത്തശ്ശിയുടെ കഥയാണ് ഈ പാട്ടിൽ പറയുന്നത്. ഈ മുത്തശ്ശി സന്ധ്യയ്ക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കും. നിങ്ങളുടെ മുത്തശ്ശി കഥ പറയാറില്ലേ? മുത്തശ്ശിന്ന് എങ്ങനെയാ എഴുതുക? മുത്തശ്ശി.
നന്നായിരുന്നു. ഞാൻ പുറത്തു നിന്ന് ശ്രദ്ധിച്ചു. വിഷമിക്കണ്ട, 1-2 ദിവസം കൂടി കഴിയുമ്പോൾ ശരിയാവും. കുട്ടികൾ ശ്രദ്ധിക്കുന്നില്ലെന്നൊരു തോന്നല്, അതാ ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോണത്. മനസ്സിലാവാത്തോണ്ടാണോന്ന സംശയം. അത് കാര്യമാക്കണ്ട. കുറച്ച് തിരിച്ചറിവുള്ള കുട്ടികളാവട്ടെ എന്ന് കരുതിയ ടീച്ചറെ ഞാൻ 4ാം ക്ലാസ് വിട്ടത്. 1ാം ക്ലാസ്സുകാരാവുമ്പം വലിയ പ്രയാസമായിരിക്കും. ഇവരെ ഒന്ന് വിരട്ടി നിർത്തിയാൽ മതി. വിളമ്പാറായോ? വരൂ, കുട്ടികൾക്ക് ആഹാരം കൊടുക്കാം. ഉപ്പുമാവും പാലുമാ പറഞ്ഞിരിക്കുന്നു. അതിന് പാലെവിടെ കിട്ടാനാ? അതുകൊണ്ട് ഉപ്പുമാവും പച്ചവെള്ളവും കൊടുക്കും. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? പുതിയ താമസമൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല ആൾക്കാരാ. അവിടവുമായി കണ്ണനൊന്ന് ഇണങ്ങാനുണ്ട്. നശിച്ച സ്ഥലം. എങ്ങനെയെങ്കിലും ഇക്കൊല്ലം കൂടി ഒന്ന് കഴിക്കണം. സാറിന് മാറ്റാണോ? നാട്ടിലേക്ക് തന്നെ മാറ്റത്തിന് ശ്രമിച്ചുകൊണ്ടാ താമസം. ഇക്കൊല്ലം അവിടുത്തെ എച്ചം പിരിയും. അപ്പൊ പിന്നെ എച്ചമായി തന്നെ ജോയിൻ ചെയ്യാമല്ലോ. ഇവിടുത്തെ സർവീസ് ഒരു ക്ലെയിമും ആവും. ഭാര്യയ്ക്ക് നാട്ടിലാ ജോലി, സഹകരണ ബാങ്കിലെ. ടീച്ചർക്ക് PSC ഒന്നും ആയില്ലേ? ലിസ്റ്റായിട്ട് 2-3 കൊല്ലായി. ഇനി കാലാവധി കഴിഞ്ഞു എന്ന് കേൾക്കാം. ഇതൊക്കെ ഒരു ഭാഗ്യമാണ്. ഞാൻ ഇങ്ങനെയൊക്കെ ആവുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല. ഒരു ഓലപ്പുരയിലാ ജനിച്ചത്. വിശന്ന് വിശന്ന് പൊരിയും. എത്ര പേരാണെന്നോ? ചക്രക്കുഴിയിൽ മീൻ പിടിച്ചും കണ്ടത്തിൽ വിതച്ച വിത്ത് കാക്കയും കോഴിയും കൊണ്ടുപോകാതെ നോക്കിയും പകല് കഴിക്കും. ഇടയ്ക്ക് സ്കൂളിലും പോവും. പോകാൻ ആരും പറയില്ല. എന്തെങ്കിലും പറഞ്ഞു തരാനും ആരുമില്ല. എങ്ങനെയോ പഠിച്ചു. 10ാം ക്ലാസ്സിൽ ക്ലാസ്സോടുകൂടി പാസ്സായി. അപ്പോഴാ ഞാൻ പഠിച്ചു എന്ന് എന്നെ പലരും അറിയുന്നു. അന്ന് മാർക്ക് കിട്ടിയ പ്രയോജനം ഉണ്ടായിരുന്നു. ഇന്നോ ടീച്ചറുടെ കാര്യം തന്നെ നോക്ക്. ഇത്രയും മാർക്ക് കിട്ടിയിട്ട് എന്താ എന്തു പറ്റി? കുറുമ്പേ, ടീച്ചർക്ക് വാഴത്തിന് വെള്ളം കൊടുക്കും. ഓക്കാനിക്കാൻ വന്നു. ഗോതമ്പൊന്നും കഴിച്ച് ശീലം ഉണ്ടാവില്ല, അതാ. കുട്ടി വലിയ ചാടിയായിരുന്നു. ഒരേ കരച്ചില്. പിന്നെ കുറെ നേരം കിടന്നുറങ്ങി. ഇപ്പൊ 2 പേരും കൂടി സൊസൈറ്റിയിൽ പാല് കൊടുക്കാൻ പോയിരിക്കുക. താണ ജാതിക്കാരൊക്കെ തീണ്ടി ഉണ്ടാവില്ലേ? മുങ്ങി കുളിച്ചിട്ട് അകത്തേക്ക് കയറിയാ മതി. എനിക്കിതൊക്കെ നിർബന്ധ. ആരാ? വാതില് തുറക്ക്. ആഹാ, ചന്ദ്രേട്ടനോ? ഇത്ര താമസിച്ചപ്പോ ഇന്നിനി വരില്ലാന്ന് കരുതി. നേരത്തെ ഇങ്ങ് എത്താൻ വേണ്ടി 2 മണിക്ക് മുമ്പേ ഇറങ്ങിയതാ. വണ്ടി കിട്ടണ്ടേ? കാത്തു നിന്ന് വലഞ്ഞു. കണ്ണനെവിടെ? അമ്പലത്തിൽ നിന്ന് എത്തിയില്ല. നീ ആ തോർത്തിങ്ങെടുക്ക്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. ഒന്ന് നിർത്താൻ. രാവിലെ എഴുതാന്നേ. നാളെ ഞായറാഴ്ചയില്ലേ? എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി വെക്കാതെ അടങ്ങില്ല അല്ലേ? ഒന്ന് വരാൻ. ധൃതി വെക്കാതെ ഞാനിതൊന്ന് എടുത്തു വെക്കട്ടെ എന്ന്. പാടോ. കണ്ണൻ ഇറങ്ങില്ലേ? എന്റെ കൂടെ കിടത്തിക്കോളാം. വേണ്ട, രാധ കിടന്നോളൂ.
ഉച്ചപൂജയ്ക്ക് മുമ്പിങ്ങെത്താം. കണ്ണന്റെ അമ്മയ്ക്ക് സ്കൂളിൽ പോകാറായി. സദാസമയം എന്റെ കൃഷ്ണാന്നും പറഞ്ഞ് അമ്പലത്തിൽ കിടന്ന കുട്ടിയാ. അതിന്റെ കുട്ടിയാണോ? കുട്ടികളില്ലാത്ത ദുഃഖം കാണില്ലേ? പാവം, ഒരു സംബന്ധവും തരാവുന്നില്ല. പെൺകുട്ടികൾക്ക് ഇതൊരു യോഗ. ഒക്കെ ഭംഗിയായിട്ട് നടന്നേനെ ഇവിടെ മൂത്ത ആ ചെറുക്കൻ ഉണ്ടായിരുന്നെങ്കിൽ. അതിനെ നേരത്തെ അങ്ങോട്ട് വിളിച്ചില്ലേ? ഇനിയിപ്പോ ആരാ? നന്ദിനി ഇവിടെ കുളത്തിലാ കുളിക്കുക? അല്ല, പുഴയിലാ. വേനലാവുമ്പോ നേർക്കും. ഇവിടുത്തെ വെള്ളത്തിന് തണുപ്പ് കൂടുതലല്ലേ? ആവോ, ദിവസം 2 നേരം എന്റെ കുളി ഇതിലാ. അതുകൊണ്ടൊന്നും തോന്നണില്ല. ബാഹുബലി ഇവിടെയാ നടക്കാറ്. നിറച്ച ആൾക്കാർ വരും. ബലി ഇടിയിക്കണവരുണ്ടോ ഇവിടെ? എന്താ? അച്ഛന്റെ ബലി വരാറായി. വീട്ടിൽ പോകാനൊന്നും പറ്റില്ല. അവധി എടുത്ത ശമ്പളവും കുറയും. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഇടായിരുന്നു. ഞാനത് മുടക്കാറില്ല. ഞാൻ മതിയോ? അച്ഛൻ പേരുകേട്ട കാർമികനായിരുന്നു. കൊറേയൊക്കെ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. ആള് മോശമല്ലല്ലോ. ചാരുശീലേ പ്രിയേ ചാരുശീലേ. ഇടയ്ക്ക് എടുക്കട്ടെ. അയ്യേ എന്റെ രാമ, ഒന്ന് നിർത്തുക. ഇതാ നേതിച്ചോറ് അവിടെ വെച്ചിട്ടുണ്ട്, അതെടുത്ത് കഴിച്ച് മിണ്ടാണ്ട് ഒരു സ്ഥലത്ത് കിടക്കുക. ആ, ഈ കുടിച്ചാലും കുടിച്ചാലും മതിയാവുക അങ്ങനെയില്ല. ഓ കുടിയേ. ആരാ ഇപ്പൊ കുടിച്ചേ? 10 രൂപയില്ലേ? മറ്റുള്ളവരെ ശല്യപ്പെടുത്താതെ കണ്ട് ഒന്ന് അടങ്ങി കിടക്കണ്ടോ? അപ്പോ ഞാനൊരു ശല്യായി എല്ലാവർക്കും അല്ലേ? എന്താ ഇവിടെ നിക്കണില്ല? പൂവായി. പൂവാ പൂവാ ഞാൻ. പൂവാച്ചാ പൂവാ. എത്രത്തോളം പൂവെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്ത് പൂക്കളാ! അമ്പലക്കുളം നിറയെ താമര പൂത്തിരിക്കണു. എന്തൊരു ഭംഗി! രാധേ, നീ കാണുന്നില്ലേ ഈ പൂക്കളൊക്കെ? ആ ചെമ്പ് ഇങ്ങടെ എടുക്ക്, ഞാൻ ഇറങ്ങി പറിക്കാം. വെള്ളം കേറി കേറി വരുന്നു. വേഗാവട്ടെ. ഈ പെണ്ണ് എവിടെ പോയി കിടക്കുക? വല്ലോരും വന്ന് പറക്കണേന് മുമ്പ് പറിക്കാം. തേവർക്ക് ഇന്ന് താമരപ്പൂമാലയാവട്ടെ. അമ്മ എന്തൊക്കെയായി കാണുന്നത്? ഇതിപ്പോ രാത്രിയാ. കിടന്നുറങ്ങ്, നേരം വെളുക്കട്ടെ. വരൂ. എന്താ അത്ര കുറച്ച്? പകല് മുഴുവൻ കുട്ടികളുടെ മുമ്പിൽ വായിലിക്കേണ്ടതല്ലേ? ഒരു രുചി തോന്നണില്ല. കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് വല്ലാതെ മനം മറിഞ്ഞു വന്നു. ആ സാരെന്ത് വിചാരിച്ചാണോ ആവോ? വല്ലവരും വിചാരിക്കണതാണോ കാര്യം? ഒന്നും കഴിക്കാണ്ടിരുന്ന എണീറ്റ് നടക്കണ്ടേ? കണ്ണനെ വയറ്റിലുണ്ടായിരുന്നപ്പോ ഛർദി കലശലായിരുന്നു. നെഞ്ചു പൊട്ടി പോണ പോലെ തോന്നും. 1-2 മാസത്തേക്കേ കാണൂ. ഇതിപ്പോ എത്ര മാസാ? എന്തായാലും ആഹാരം കഴിക്കണം. എന്തു പറ്റി ഇത്രമാത്രം കരയാൻ? ഞാൻ അല്പം ചെന്നി നായക അരച്ചു തേച്ചു. അവന് കഴിച്ചു കാണും. കുടിക്കാൻ പറ്റാത്തതിന്റെ ദേഷ്യ. ഭയങ്കര വേദനയാ. എങ്ങനെയെങ്കിലും ഒന്ന് നിർത്തണ്ടേ? ആഹാ, വേണ്ട വേണ്ട വേണ്ട, മോൻ കരയണ്ട കേട്ടോ. ചേച്ചി എടുക്കാം. ഈ അമ്മ ചീത്തയാ. ഇനി കണ്ണ അമ്മ എടുത്തിടുന്ന് ഉറങ്ങണ്ട. ചേച്ചി ഉറക്കാട്ടോ. വാവോ. വേണ്ട വേണ്ട വേണ്ട. ആ,
ഹായ് ഹായ് ചില്ല് പൊട്ടിക്കാണും കൂരുത്തം കെട്ടത്. പൊട്ടിയോ? അറിയാതെ പറ്റിയതാവും. കുട്ടിയല്ലേ? ഭാഗ്യത്തിന് പൊട്ടിയില്ല. ഏതാ ഈ കുട്ടി? വേണ്ട 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 കേട്ടോ. കരയണ്ട കരയണ്ട. സാരില്ല. കണ്ണാ കണ്ണ അവിടെ നിക്ക്. കണ്ണൻ വാലുമാക്രിയെ കണ്ടിട്ടുണ്ടോ? കുളത്തില് നിറയെ വാലുമാക്രിയാ. എന്ത് രസാന്നറിയോ കാണാൻ. വാ ഓടി വാ. കഷ്ടം കഷ്ടം. ഇന്നും കിടന്ന് മൂത്രം ഒഴിച്ചൂല്ലേ? നാണല്ലോ. മൂത്രം ഒഴിക്കാൻ മുട്ടണോന്ന് പറഞ്ഞൂടെ? അതവിടെ വെച്ചേക്കൂ. തൊടണ്ട, അശുദ്ധാവും. അവൻ കുട്ടിയല്ലേ, തൊട്ടാലും കുഴപ്പമില്ല. നല്ല കാര്യായി. അമ്മയെങ്ങാനും കണ്ടാ പിന്നെ ഇവിടെ മുഴുവനും മുക്കി ശുദ്ധാക്കണം. മോനതവിടെ വെച്ചേക്കൂ. ആ തൊടണ്ടാട്ടോ, അമ്മമ്മ കണ്ടാ വഴക്ക് പറയും. ഇതൊക്കെ വീട്ടിലുണ്ടായതാ. ഇങ്ങെത്തിക്കാനാ പ്രയാസം. ചുവന്ന് മടുത്തു. ഓ ഇതൊന്നും വേണ്ടായിരുന്നു. മോർണിംഗ് വാ, അച്ഛനൊരു സൂത്രം തരാം. ഹായ്. ആ ചെല്ലുമനെ. ആ എന്തിനാ ഇത്ര വില കൂടിയതൊക്കെ വാങ്ങിയേ? അവൻ കേടുവരുത്തും, ഒരു സൂക്ഷവും ഇല്ല. അത് കണ്ടോ? എടുത്തോളൂ. കണ്ണൻ ഉറങ്ങി. ഇങ്ങോട്ട് കിടത്തണോ? വേണ്ട. ആ മുല്ലകുടി നിർത്തിയ പിന്നെ രാധയുടെ കൂടെയാ കിടപ്പ്. ആദ്യമൊക്കെ എനിക്ക് വിഷമായിരുന്നു. ഒരു കണക്കിന് നന്നായി. കുട്ടികളല്ലേ, കൂടെ കിടത്തുമ്പോ കയ്യും കാലും ഒക്കെ എടുത്ത് തൊഴിക്കും. ഇപ്പോ ഛർദിയൊക്കെ കുറവുണ്ടോ? ഓ അത് കുറച്ചു ദിവസത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒന്നിനും ഒരു രുചിയില്ല. മീനില്ലാത്തോണ്ടാവും. എന്താ വേണ്ടെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കണം. രുചിയില്ലെന്നും പറഞ്ഞൊന്നും കഴിക്കാതിരിക്കരുത്. ഇവിടെ ഇപ്പൊ നിന്റെ കാര്യം നോക്കാൻ വേറെ ആരാ? ഇവിടെ ഒരു കുഴപ്പമില്ല. എന്നാലും എനിക്ക് പേടിയാ. തനിയെ കിടന്ന് കരയും. അത്താഴപൂജ കഴിഞ്ഞില്ലേ? ആരാ അവിടെ വർത്താനം പറയുന്നത്? കിടക്ക്. അത് രാധയുടെ അമ്മയാ. ആയമ്മ ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം കണ്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. കുറച്ച് കഴിഞ്ഞ് കിടന്നോളൂ. ഗന്ധർവന്മാര് നീരാട്ടിന് പോണ സമയാ.
എന്നിട്ട് നല്ലോണം നിൽക്കണം. ആ ഹാ രി ശ്രീ വാ. കളയരുത്, വയ്ക്കോ. എന്താ രാധ ഒരു മ്ലാനത? ഓ ഒന്നുമില്ല. ഏയ് അതല്ല, കണ്ണനില്ലാത്തോണ്ടായിരിക്കും. അതുകൊണ്ടൊന്നുമല്ല, കാണാത്തതിൽ വിഷമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി ഉറക്കം ശരിയായില്ല. എന്തോ ചീത്ത സ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നു. അപ്പം അതിലൊരു പേടി, കണ്ണിന് വല്ലതും പറ്റിയോന്ന്. ഏയ് വെറുതെ തോന്നിയതാവും, എല്ലാത്തിനും തേവരില്ലേ കൃഷ്ണ. കുരുയതു നന്ദന ചന്ദന ശിശിര കരേണ കരേണ പയോധരേ. കുരുയതു നന്ദന ചന്ദന ശിശിര കരേണ കരേണ പയോധരേ. മൃഗമദ പത്രകമത്ര മനോഭവ മംഗള കലശ സഹോദരേ. മൃഗമദ പത്രകമത്ര മനോഭവ മംഗള കലശ സഹോദരേ. നിജഗാദസ യദുനന്ദനീ. നിജഗാദസ യദുനന്ദനീ. കുരുയതു നന്ദന ചന്ദന ശിശിര തരേണ കരേണ പയോധരേ. നയന കുരംഗ തരംഗ വിലാസ നിരാസകരേ. ശ്രുതിമണ്ഡലേ നയന കുരംഗതരഭരേ. മനസിജ പാശ വിലാസഭരേ. സുഭഗേ വിനിവേശയി കുണ്ടലേ. കുരുയതു നന്ദന ചന്ദന ശിശിര തരേണ കരേണ പയോധരേ. ആ കുട്ടി എവിടെ രാധേ? ഞാൻ ഇവിടെയൊക്കെ നോക്കി, കാണുന്നില്ല. ആ കുളത്തിലോ മറ്റോ പോയോന്ന് നോക്ക്. വെള്ളം നിറഞ്ഞു കിടക്കണുണ്ടാവും. കണ്ണനും നന്ദിനിയും രാവിലെ എത്തും. നിനക്ക് സന്തോഷായി അല്ലേ?
കണ്ണം പോയപ്പോ വീടുറങ്ങിയ പോലെ ഒരു കുഞ്ഞുള്ളത് ആശ്വാസ. ചേച്ചിയെ തനിച്ചാക്കിയിട്ടല്ലേ കണ്ണം പോയത്? ചേച്ചി പണക്കോ തനിച്ചു കിടന്നോ? അയ്യോ, വെറുതെ പറഞ്ഞോ, വെറുതെ പറഞ്ഞ. കരയണ്ട കരയണ്ട. ഈശ്വര, എന്റെ കുട്ടിക്ക് എന്ത് പറ്റി? ഒരേ തകർപ്പല്ലേ, തലയിൽ വെള്ളം താണിട്ടുണ്ടാവും. രാവിലെ ആട്ടെ കുറച്ച് കഷായം വെച്ചു കൊടുക്കാം. എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? എന്ത് വിശേഷം? കൊറേ പരാതി കേട്ടു, അത്ര തന്നെ. ചേട്ടന്റെ വീട്ടിലെ കഴിയുമ്പോ എന്റെ വീട്ടിലെ പരാതി തുടങ്ങായി. നിക്കാനാണെങ്കിൽ നേരമില്ല. ഒരു ഓട്ട പ്രദക്ഷിണം കഴിച്ചു. എഴുത്തിനിരുത്തുന്നിടത്ത് തിരക്കാണെങ്കിൽ പറയാനും ഇല്ല. കണ്ണും വഴക്കുണ്ടാക്കിയോ? നാക്കിലെഴുതിക്കാൻ കുറെ പാടുപെട്ടു. അനിയത്തി കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് കൈമാറാൻ ഒരാളായി. അനിയത്തിയെ കൂടെ കൂട്ടായിരുന്നില്ലേ? അവൾക്ക് എവിടെ സമയം? ഹിന്ദി പഠിക്കാൻ പോവും, മറ്റേ ആള് ടൈപ്പും ഷോർട്ട് ഹാൻഡും. വെറുതെ വീട്ടിലിരുന്ന ആളുകൾ ഓരോന്ന് പറയും. അതും ശരിയാ. ആലോചനയൊന്നും വന്നില്ലേ? കൊടുക്കാൻ വല്ലതും വേണ്ടേ? വെറുതെ ആര് വരാനാ? ചന്ദ്രേട്ടന് ഒരേ വാശി, രാധയ്ക്ക് ഒരാളെ കണ്ടെത്തണമെന്ന്. എത്രക്കാരെ ഇഷ്ടമെന്ന് ചോദിക്കാൻ പറഞ്ഞു. എനിക്കെന്തിനാ ഇനിയൊരാള്? എനിക്കെന്റെ തേവരില്ലേ? ഞാനിവിടെ കഴിഞ്ഞോളാം. ഇവിടുത്തെ അമ്പലം പോലെ, ഈ നാടിന്റെ ഒരു ഭാഗമായിട്ട്. ഒരിക്കൽ ഞാനും മോഹിച്ചതാ. ഏട്ടന്റെ കൂട്ടുകാരനായിരുന്നു. ഏട്ടൻ പറഞ്ഞ അറിവേ എനിക്കുള്ളൂ. അദ്ദേഹത്തിന് വേണ്ടി മുളക് കൊണ്ടാട്ടവും കടുമാങ്ങ ഉണ്ടാക്കി ഏട്ടൻ്റെ കൈ കൊടുത്തയച്ചിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്ത, കാണാൻ ആർത്തിയോടെ കാത്തിരുന്ന ഒരാൾക്ക് വേണ്ടി. ചെറുപ്രായല്ലേ, മോഹങ്ങൾക്ക് അതിരുകളുണ്ടോ? നന്ദിനി, കണ്ണൻ എങ്ങനെയുണ്ട്? ചൂടില്ല, പക്ഷെ മയങ്ങി മയങ്ങി കിടക്കുക. ഇങ്ങനെ കിടക്കുമ്പോ എങ്ങനെയാ സ്കൂളിൽ പോവാ? നന്ദിനി പൊയ്ക്കോളൂ, ഞാൻ നോക്കിക്കൊള്ളാം. അമ്പലത്തിലെ ജോലി കഴിഞ്ഞോ? ഇല്ല, ഇനി ഉച്ചപൂജയ്ക്ക് മുമ്പ് എത്തിയാൽ മതി. അപ്പോഴേക്കും കുറച്ച് തുളസി കഷായം ഇട്ട് കൊടുത്തു നോക്കാം. വെറുതെ ഒരു ദിവസം അവധിയാക്കണ്ട. ഇന്നലെ രാത്രി 1-2 പ്രാവശ്യം തുമ്മി. പിന്നിങ്ങനൊരു കിടപ്പാ. ഒന്നും മിണ്ടണമില്ല, ആഹാരവും വേണ്ട. എന്ത് പറ്റുമോ ആവോ? പനിക്കണുണ്ടോ? എപ്പോഴും ഇല്ല, ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂട് വരും. എങ്ങനെ ചിരിച്ചു കളിച്ച് നടന്നിരുന്ന കുട്ടിയാ. മരുന്ന് വല്ലതും കൊടുത്തോ? ആ, തുളസി കഷായം വെച്ചു കൊടുത്തു. അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് വൈദ്യുതി ഒന്ന് കാണിച്ചാലോ? ഇന്നത്തെയും കൂടി ഒന്ന് കഴിയട്ടെ, കുറയോ നോക്കാലോ. ആ കുട്ടി അങ്ങോട്ട് കൊണ്ടുവരൂ, കുറച്ച് തീർത്ഥം കളിച്ച് നോക്കാം. ഉപദ്രവത്തിയാണെങ്കിൽ മാറിക്കോളും. പറയൻ, ശീതങ്കൻ, ഓട്ടൻ. അതെ, കുട്ടിക്ക് അത്ര പന്തിയല്ല. ആ വൈദ്യുതിയോടം വരെ കൊണ്ടുപോയാലൊന്ന് ആലോചിക്കുക. ഒരു നിമിഷം, ഞാൻ സാറിനോടൊന്ന് പറഞ്ഞിട്ട് വരാം. എന്താ കാര്യം?
കുട്ടിക്ക് നല്ല സുഖമില്ല. എങ്കിൽ പിന്നെ ടീച്ചർ വയ്ക്കുള്ളൂ. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. വയ്യാത്തോടത്ത് നടക്കണ്ട, ഞങ്ങൾ കൊണ്ടുപോയി കാണിച്ചിട്ട് വരാം. ആശാനുണ്ടല്ലോ കൂടെ. എന്നാലും കുട്ടി ഒന്ന് കൈമാറണേലോ. അതിനിപ്പോ ടീച്ചർക്ക് വയ്ക്കുവോ? നാമം ജപിച്ചു വിട്ടിരുന്നോളൂ, ഞങ്ങൾ പോയിട്ട് വരാം. മോന്തി കറക്കണ നേരത്തെ എങ്ങോട്ടാ? രാവിലെ പോയാ പോരെ? ശകുനം മുടക്കാതെ എന്റെ ഷാരസ്യാരെ, ആ കുട്ടിയുടെ കിടപ്പ് കണ്ടില്ലേ? ആശ്രീകരങ്ങള് ശകുനവും ലക്ഷണവും ഒന്നും നോട്ടമില്ല. ഈ ശാരത്ത് ആണുങ്ങൾ വാഴില്ല. എങ്ങനെ നടന്ന ആളാ രാധയുടെ അച്ഛൻ? പെട്ടെന്നല്ലേ അങ്ങ് പോയത്? ഒന്നല്ല, രണ്ടെണ്ണാ പോയത്. ഇനി വരുമ്പോ കമ്പിളിപ്പുറപ്പ് കൊണ്ടുവരാന്ന് പറഞ്ഞ എന്റെ നാരായണൻകുട്ടി പോയത്. പിന്നെന്താ കേട്ടത്? എങ്ങനെയുണ്ട്? വൈദ്യരുടെ അടുത്ത് കൊണ്ടുപോയിരിക്ക, ഒരു കുറവുമില്ല. എനിക്ക് പേടിയാവുന്നു. ആ വൈദ്യര് മിടുക്കനാ. ധൈര്യമായിട്ടിരിക്കെ. എന്തെങ്കിലും വിശേഷിച്ചുണ്ടായി അറിയിക്കണം. രാവിലെ വേണേ ആശുപത്രി കൊണ്ടുപോവാം. അവരിങ്ങ് വരട്ടെ. കണ്ണന്റെ അച്ഛനെ ഒന്ന് അറിയിച്ച നന്നായിരുന്നു. ടീച്ചർ ഒരു എഴുത്താ. താഴോട്ട് പോകുന്ന ആരുടെയും കൈവശം ഞാൻ ആ കാപ്പിക്കട എത്തിക്കാം. ദിവസത്തിൽ ഒരിക്കലെങ്കിലും പോസ്റ്റ്മാൻ അവിടെ വരും. പിന്നെ അവരെങ്ങനെയെങ്കിലും എത്തിച്ചോളൂ. അവരുടെയും കൂടെ ആളല്ലേ. ആരാ? മനസ്സിലായില്ലല്ലോ. വൈദ്യര് കുളിക്കുകയെന്നാ പറഞ്ഞത്. അവരു നല്ല നിമിത്തമല്ല. എന്റെ ദേവരെ, കുട്ടിക്കൊന്നും വരുത്തല്ലേ. ആരാത്? ആശാനോ? ഓ, എന്താ? സ്കൂളിലെ പുതിയ ടീച്ചറുടെ കുട്ടിയാ. ഇന്നലെ മുതല് ഒരു അസ്ക്യത, ഒരേ കിടപ്പാ, മിണ്ടാട്ടില്ല. കുട്ടി അവിടെ കിടത്തു, ഞാനൊന്ന് നോക്കട്ടെ. മുല കുടിക്കുന്നുണ്ടോ?
ഇതല്ല കുട്ടിയുടെ അമ്മ. ഇത് നമ്മുടെ കിഴക്കേടത്തെ ഗോപാലപിഷാരുടെ മോളല്ലേ? അമ്പലത്തിൽ വെച്ച് വൈദ്യുതി കണ്ടിട്ടുണ്ടാവും. കുട്ടിയുടെ അമ്മയുടെ വയ്യാണ്ടിരിക്കുക. രണ്ടാമത്തത് വയറ്റിലുണ്ട്. ലക്ഷണം കണ്ടിട്ട് അത്ര പന്തിയല്ല. ഉപേക്ഷ വിചാരിക്കരുത്. ഷാരസ്യാര് കുട്ടിക്ക് അതിനെ ജീവനാ. പെറ്റ തള്ളയെ മാറിയാ നോക്കണത്. ഏതായാലും ഞാനൊരു മരുന്ന് തരാം. ഓ, 3 തവണയായിട്ട് കൊടുക്കണം. നേരത്തോട് നേരം കഴിയട്ടെ. കഷായവും തളവും ഒക്കെ വേണ്ടി വരും. സമാധാനായിട്ടിരിക്കുക. ഒക്കെ ശരിയാവും. കുറച്ച് കിടക്ക്, ഇല്ലേ ക്ഷീണം കൂടും. എന്റെ കൃഷ്ണ, എന്റെ കുട്ടിക്കൊന്നും വരുത്തല്ലേ. കൃഷ്ണ, പരായപ്പെടും. വേണേ പട്ടണത്തിൽ പോയി മരുന്ന് വാങ്ങി വരാം. അതൊക്കെ ബുദ്ധിമുട്ടാവും. ക്ലാസ് ഉള്ള ദിവസമല്ലേ. ഇന്നുകൂടി വൈദ്യരുടെ മരുന്ന് കൊടുത്തു നോക്കാം. അപ്പോഴേക്കും കണ്ണന്റെ അച്ഛനും ഇങ്ങെത്തും. സ്കൂളിലെ കാര്യം ഓർക്കുമ്പോഴാ. അതോർത്ത് വിഷമിക്കണ്ട. ആബ്സെന്റ് മാർക്ക് ചെയ്യുന്നില്ല. ടീച്ചർ വന്നിട്ട് ഒപ്പിട്ടാ മതി. എങ്ങനെയുണ്ട് മോന്റെ ഉവാവ് കുറഞ്ഞോ? ധാരാ വന്നിരിക്കണം നോക്ക്. ഒരു കുറവില്ലല്ലോ. നമുക്ക് നാളെ രാവിലെ ആശുപത്രി കൊണ്ടുപോവാം. കണ്ണന്റെ അച്ഛൻ മരണവരെ കാത്തിരുന്ന സമയം പോവും. കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. വെയിലുറയ്ക്കണതിന് മുമ്പ് ഗോണിപ്പാലം കടക്കണം. വർക്കിയാപ്പിളോട് കാളവണ്ടിക്ക് പറയാം.
രാജന് വണ്ടി കിട്ടിയോ? ഒരുപാട് നേരം നിന്നു. അമ്മയും സുമതിയും കൂട്ടി നാളെ വരാന്നാ പറഞ്ഞത്. നടുവിന് വല്ലാത്ത വേദന. വല്ലാതെ ഉണ്ടോ? യാത്രയുടെ ആയിരിക്കും. വേണേ ഡോക്ടറെ കാണാം. രാധ ഇരുന്നോളൂ, എനിക്കൊന്ന് കിടക്കണം. നടു പൊട്ടി പൊളിയണ പോലെ. കുഞ്ഞിനെങ്ങനെയുണ്ട്? മോള് സമാധാനിക്ക്. എന്താ സോക്കേട്? ഇടയ്ക്കിടയ്ക്ക് പനി വരും, വിട്ടുമാറുന്നില്ല. പനി ഒരു വല്ലാത്ത സോക്കേടാ, സൂക്ഷിക്കണം. ഇവിടെ ഉണ്ടായിരുന്ന ആ വയറ്റിലുള്ള പെണ്ണെവിടെ? അവരല്ലേ കുഞ്ഞിന്റെ അമ്മ? ആ, എന്നിട്ട് അവരെന്തിയെ? വേറെ അടുത്തില്ലയോ? ലക്ഷണം കണ്ടിട്ട് അങ്ങനെ തോന്നി. വാർഡിലേക്ക് കൊണ്ടുപോയി. നടുവേദന കുറയണില്ല. വെറുതെ കളയരുത്, മുഴുവൻ കഴിക്കണം. എനിക്കൊന്നും വേണ്ട, തീരെ വിശപ്പില്ല. കഴിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ വരാം. നന്ദിനി ഇവിടെ തനിച്ചാണ്. പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ലല്ലോ. ഇല്ല. കൈ കഴുകി ആഹാരം കഴിക്കേ. കുഞ്ഞിന്റെ അടുത്ത് ഞാനിരിക്കാം. കുട്ടിക്കെന്തോ ഒരു വല്ലായിക. ഒന്ന് വേഗം ഒന്ന് നോക്കണേ.
നോക്കൂ നന്ദിനി, ദേ നമ്മുടെ കണ്ണം വരണോ. ആകെ തളർന്ന മട്ട. വാ, വേം വാ. ഉച്ചയ്ക്ക് ചോറുണ്ടോ? അതോ കൊണ്ടുപോയത് അപ്പടി കളഞ്ഞോ? ഹൈ, എന്തൊരു വേഷം അത്. മണ്ണി കിടന്ന് ഉരുണ്ടൂല്ലേ? അതോ കുട്ടികളുമായിട്ട് വഴക്കിട്ടോ? ഇതുകൂടി കഴിക്കുകണ്ണ, നെയ്യ് കൂട്ടി കുഴച്ചതാ. പപ്പടവും പിടിച്ചിട്ടിട്ടുണ്ട്. ഇതുകൂടി അമ്മയുടെ കുട്ടിയല്ലേ, ഒരു ഉരുള കൂടി. ഓടണ്ട കണ്ണ, അവിടെ നിക്ക്. എനിക്ക് ഓടാൻ കഴിയില്ല. പറഞ്ഞ കേക്കില്ല ഈ കുട്ടി. തലയിൽ എണ്ണ തേച്ചോണ്ട് ഓടി നടന്ന തല വേർക്കില്ലേ? അവിടെ നിക്കും മോനെ, തലയിൽ നീരിറങ്ങിയ പനി പിടിക്കൂട്ടോ. ഇതെവിടെയാ ഇതിന്റെ വാതില്? രാധയെ കണ്ടില്ലല്ലോ. അറിഞ്ഞില്ലേ? ആ ടീച്ചറുടെ കുട്ടി മരിച്ചു. കഷ്ടായി പോയി. കുട്ടിയുടെ അച്ഛനെ അമ്മയും കാലം വിഷമമാക്ക. കുറച്ചു കാലം കണ്ണനെ നോക്കി എന്നുള്ളത് നേരാ. എന്നുവെച്ച് നിത്യബലിയും മറ്റും വേണോ? ബലിയോ? ആരുടെയാ? ആർക്കറിയാം. എന്തൊക്കെയോ ചില മാറ്റങ്ങൾ കാണാനുണ്ട്. തള്ളയെ പോലെ ആവാണ്ടിരുന്നാ മതിയായിരുന്നു. എന്താ സംശയം? മകളുടെയും ഗതി അത് തന്നെ. എന്താ രാധേ, വിളകുളി കഴിഞ്ഞില്ലേ? ഇല്ല, നാളെ സൗണ്യ. വെള്ളനേദ്യവും പായസവും വേണം. അരി ശർക്കരയും കൊച്ചൂട്ടി കൊണ്ടുത്തരും. കുറച്ച് പുണ്യാഹം കൂടി കിട്ടിയാൽ വേണ്ടിയില്ലായിരുന്നു. എല്ലാം ഒന്ന് തളിച്ച് ശുദ്ധാക്കണം. നിനക്ക് എന്തിന്റെ കേടാ രാധേ?
ആ കുട്ടി നിന്റെ ആരാച്ചട്ടാ? തിരുമേനി തിരിച്ചറിയാത്തതാ. അത് കണ്ണനല്ലേ, കള്ളകൃഷ്ണൻ. എത്ര നാളത്തെ എന്റെ പൂജയുടെ ഫലാണെന്നോ. കുറച്ച് ദിവസമെങ്കിൽ കുറച്ച് ദിവസം പ്രത്യക്ഷപ്പെട്ടൂലോ. സായുജ്യായി. നാളത്തെ കാര്യം മറക്കണ്ട. തൊഴാൻ വരണവർക്കൊക്കെ പായസം കൊടുക്കണം. പിന്നെ ഒരു 3 ബ്രാഹ്മണർക്ക് കാലുകഴി ചൂട്ടും. ദേവരെ, എന്തൊക്കെയായി കേക്കണേ? എങ്കിൽ പിന്നെ ദക്ഷിണയാവാം. ദക്ഷിണയൊക്കെ പിന്നാവാം, ആദ്യം മുങ്ങി വരൂ. അത് പറ്റില്ല. മുങ്ങി വരാൻ സമയമെടുക്കും. ബ്രാഹ്മണർക്ക് ദക്ഷിണ കൊടുത്തിട്ട് മുങ്ങിയാലേ മനസ്സിന് സ്വസ്ഥത കിട്ടും. അങ്ങ് തെറ്റിദ്ധരിക്കരുത്. ഇഷ്ടം പോലെ. പിതൃവിന്റെ സമാധാനമാണ് പ്രധാനം. വിഷ്ണുവിങ്കൽ അർപ്പിക്കുന്നുവെന്ന് മനസ്സിൽ ധ്യാനിച്ച് മുങ്ങി വരൂ. എന്നെ കാക്കണ്ട. പുണ്യാഹം തളിച്ച് ശുദ്ധാക്കണം. ഊണ് കഴിച്ചിട്ടേ പോകാവൂ.